ഹായ്, ഞാൻ ദാ വീണ്ടും വന്നു. ഇത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ വീഡിയോ. എൻ്റെ വീട്ടിൽ ഇതുപോലെ 2 മരമുണ്ടേ, നന്നായി കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ്. മുഴുവൻ കുട്ടികൾക്ക് ചുട്ടു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടെ നിറയെ ഉണ്ട്, ഇനിയും ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് മുഴുവൻ ഇപ്പോൾ ചുട്ടില്ല കേട്ടോ, കുറേശ്ശെ ആയിട്ടേ ചുട്ടത്തുള്ളൂ. എപ്പോഴെങ്കിലും കുട്ടികൾ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കുറേശ്ശെ ചുട്ടെടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതിപ്പോൾ 6 വെച്ചിട്ടാണ് ചുടുന്നത്. ഒരുപാടെണ്ണം ഇട്ട് കഴിയുമ്പോൾ അകത്ത് നല്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പുറത്തേക്ക് നല്ല തീ വരും, കണ്ടില്ലേ, നന്നായി കത്തും അത്. അപ്പോൾ അത് പുറത്തേക്ക് വരും. അപ്പോൾ ഞാനിത് 6 വെച്ചിട്ട് ഇടുള്ളൂ. പിന്നെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എണ്ണം കൂട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണ്ണം കൂട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്കത് എടുക്കാനും ഭയങ്കര പാടാണ്. അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ചുട്ടെടുത്തു. 6 വെച്ചിട്ടാണ് ഇട്ടത്. കുറേ ടൈം എടുത്തു. ഞാൻ അടുപ്പിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വക പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ വെള്ളവും തിളച്ചു, അണ്ടിയും ചുട്ട് കഴിഞ്ഞു. ഞാൻ ഉച്ച നേരത്താട്ടോ ഈ അണ്ടി ചുട്ട് വെച്ചത്. പിന്നെ കുത്താനിരുന്നത് വൈകുന്നേരമായി. ഞാനിതെല്ലാം അണ്ടിയെല്ലാം തണുത്തതിന് ശേഷം വൈകുന്നേരമാണ് കുത്തിയെടുത്തത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കുറച്ച് അധികം മൂക്കാതെ ചുട്ടെടുക്കുകയാണെങ്കിൽ പൊടിയാണ്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ പൊടിയുന്നുണ്ട്. ഇത് അത്യാവശ്യം മൂത്തു. അപ്പം എനിക്കങ്ങനെ പൊടിയാതെ എടുക്കാനും കിട്ടത്തില്ല. കണ്ടില്ലേ, പൊടിയുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ്. ഞാൻ ചെറിയ മോളും കുത്തുമ്പോൾ തന്നെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു. ഈ കുത്തുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ കൈയൊക്കെ തെങ്ങി ഈ പരുവമായി. ഇതൊക്കെ ഇനി കഴുകിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നോക്കിയേ, ഇതെങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.